ഹലോ ട്രേഡേഴ്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാനുള്ളത് മാർക്കറ്റ് സ്ട്രക്ചറിനെ പറ്റിയാണ്. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മാർക്കറ്റ് എന്താണ് 3 രീതിയിലാണ് മെയിനായിട്ട് മൂവ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മാർക്കറ്റ് 3 രീതിയിൽ മൂവ് ചെയ്യും. ഒന്ന് എന്താണ് അപ്പ് ട്രെൻഡ്, ഓക്കെ, പ്രൈസ് മുകളിലോട്ട് പോവുക. അതുപോലെ പിന്നെ ഡൗൺ ട്രെൻഡ്, പ്രൈസ് താഴോട്ട് വരിക. പിന്നുള്ളത് സൈഡ് വൈസ് എന്ന് പറയും, ഒരു കൺസോളിഡേഷൻ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 3 രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് ആൾറെഡി യൂട്യൂബിൽ കാണാം. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ നടിച്ചു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വീഡിയോസ് കാണാം. അപ്പോൾ ഞാൻ മെയിൻലി സിങ്ക് ട്രേഡ് ചെയ്യുമ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ നല്ല രീതിയിൽ നോക്കിയാൽ തന്നെ നമുക്ക് സിങ്ക് ട്രേഡ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ഞാൻ മെയിൻലി സിങ്ക് ട്രേഡാണ് ചെയ്യാറുള്ളത്. അപ്പോൾ നമുക്ക് ഹയർ ടൈം ഫ്രെയിമിലാണ് നമ്മൾ നോക്കാറുള്ളത്, അഥവാ ഡേ ടൈം ഫ്രെയിം, അതുപോലെ തന്നെ വീക്കിലി, ചില കേസുകളിൽ മന്ത്ലി വരെയൊക്കെ ചാർട്ട് പോകും. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് ടൈം ഫ്രെയിം മുകളിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ ടൈം ഫ്രെയിമിലൊക്കെയാണ് നമ്മൾ സിങ്ക് ട്രേഡുകൾ നോക്കുക. ഓക്കെ, ഹയർ ടൈം ഫ്രെയിം, ഡേ അല്ലെങ്കിൽ 2 ഡേ 3 ഡേ അങ്ങനെ വലിയ വലിയ ടൈം ഫ്രെയിമുകളിലാണ് നമ്മൾ സിങ്ക് ട്രേഡുകൾ നോക്കാറുള്ളത്. അപ്പോൾ ഒരു ഡയറക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ ഹയർ ടൈം ഫ്രെയിമിൽ വാച്ച് ചെയ്യണം മാർക്കറ്റിനെ. ഓക്കെ, അപ്പോൾ ഞാൻ കാണുന്ന രീതിയിലുള്ള മാർക്കറ്റ് സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു അപ്പ് ട്രെൻഡ്, അതുപോലെ ഡൗൺ ട്രെൻഡ്, പിന്നെ കൺസോളിഡേഷൻ അല്ലെങ്കിൽ സൈഡ് വൈസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഞാൻ ഒന്ന് ഡ്രോയിങ് ചെയ്ത് കാണിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ പ്രൈസ് മുകളിലോട്ട് പോവുക. ഓക്കെ, അതാണ് അപ്പ് ട്രെൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈസ് മുകളിലോട്ട് പോകും. അപ്പോൾ ഇവിടെ പ്രൈസ് മുകളിലോട്ട് പോയി, വീണ്ടും താഴെ വന്നു, വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോയി, വീണ്ടും താഴെ വന്നു. അഥവാ ഓരോ ഹൈകളെ മറികടക്കണേനാണ് അഥവാ ഇവിടെ ഓരോ ഹൈകൾ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും പ്രൈസ് അതിനെ മറികടന്നു, വീണ്ടും പ്രൈസിനെ മറികടന്നു. ഇതിനാണ് അപ്പ് ട്രെൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ ഓരോ പ്രൈസിനങ്ങനെ ഹൈ കട്ട് ചെയ്ത് പോകുന്നതിനാണ് അപ്പ് ട്രെൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ബ്രേക്കിന് പറയുന്ന പേര്, ഓരോ ഹൈകൾ ബ്രേക്ക് ചെയ്തതിന് പറയുന്ന പേരാണ് BMS എന്ന് പറയാം. BMSൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ, BMS. അപ്പോൾ ഇവിടെ ആൾറെഡി നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, BMS. ഇവിടെ ഓരോ ഹൈകളെ മറികടന്ന് പോകുന്നതിനാണ് BMS എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇവിടെ പ്രൈസ് വീണ്ടും വന്നു, വീണ്ടും മുകളിലോട്ട് പോയി. ഇതാണ് അപ്പ് ട്രെൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇതൊക്കെ എന്താണ് BMSകളാണ്. അഥവാ പ്രൈസ് ഓരോ ഹൈനെ മറികടക്കുമ്പോൾ ഒക്കെ BMS ആണ് വരിക. ഓക്കെ, BMS. ഇതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റാണ് ഡൗൺ ട്രെൻഡ് എന്ന് പറയുമ്പോൾ. ഓക്കെ, ഡൗൺ ട്രെൻഡ്. അപ്പോൾ ഡൗൺ ട്രെൻഡ് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ്, ഓരോ ലോ പ്രൈസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അതിനെ മറികടന്ന് പോകുമ്പോൾ ഡൗൺ ട്രെൻഡാണ് വരിക. ഓക്കെ, ഡൗൺ ട്രെൻഡ്. അപ്പോൾ ഇവിടെ ഓരോ ലോ ബ്രേക്ക് ചെയ്യുന്നതിനാണ് BMS എന്ന് പറയാം. ഓക്കെ, BMS. ഈ ഒരു ലോനെ മറികടന്നു, ഇതുപോലെ ഈ ഒരു ലോനെ മറികടന്നു, ഇതൊക്കെ എന്താണ് BMS ആണ് വരിക. ഓക്കെ, BMS. അതുപോലെ ഇത് BMS, അതുപോലെ തന്നെ ഇതൊരു BMS. ഓക്കെ, പിന്നുള്ളത് എന്താണ് സൈഡ് വൈസ് മാർക്കറ്റാണ്. അഥവാ പ്രൈസ് കൺസോളിഡേറ്റ് ചെയ്യുക, അഥവാ ഒരു റേഞ്ചിൽ നിന്ന് ഇങ്ങനെ പ്രൈസ് കൺസോളിഡേറ്റ് ചെയ്യുന്നതാണ് സൈഡ് വൈസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു 3 രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ പ്രൈസ് മൂവ് ചെയ്യാൻ എല്ലാത്തിനും ഒരു കാരണം ഉണ്ടാവും. ഓക്കെ, ഒരു റീസൺ ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ റീസണൊക്കെ വരും വീഡിയോകളിലായിട്ട് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുമ്പോൾ എപ്പോഴും പ്രൈസ് ഒരു അപ്പ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിലും ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിലും പ്രൈസ് ഒറ്റയടിക്ക് മുകളിലോട്ട് പോകില്ല. ഓക്കെ, ഒരു അപ്പ് ട്രെൻഡ് പ്രൈസ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ തന്നെ ഒരു പ്രൈസ് മുകളിലോട്ട് ഒറ്റയടിക്ക് പ്രൈസ് മൂവ് ചെയ്യില്ല. പ്രൈസ് ഒറ്റയടിക്ക് മൂവ് ചെയ്തുകൊണ്ടെന്നുണ്ടെങ്കിൽ പ്രൈസ് അതുപോലെ ഒരു 50% താഴെ വരും. ഓക്കെ, എന്നിട്ടാണ് നെക്സ്റ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, വീണ്ടും ഒരു 50% വരും, വീണ്ടും നെക്സ്റ്റ് ഹൈ ക്രിയേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും ഓരോ ഹൈകൾ പ്രൈസ് മറികടന്ന് പോകുമ്പോൾ ഇവിടെ ഒരു പകുതിയെങ്കിലും പ്രൈസ് തിരിച്ച് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ലെവൽ നമുക്ക് വെച്ചാൽ ഒരു 50% പ്രൈസ് റിവേഴ്സ് വന്നിട്ടാണ് പ്രൈസ് മുകളിലോട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും.
പ്രൈസ് ഇവിടെ കണ്ടോ മുകളിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഒരു 0.5 ഇതാണ് 50% എന്ന് പറയുമ്പോൾ. ഓക്കെ, അപ്പോൾ ഒരു 50% പ്രൈസ് തിരിച്ച് വന്നിട്ടാണെന്ത് പ്രൈസ് മുകളിലോട്ട് പോകുന്നത്. ഓരോ ലെവൽ നോക്കുമ്പോഴും കണ്ടോ 50% പ്രൈസ് വന്നു, വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോയി, വീണ്ടും 50% പ്രൈസ് വന്നു. ഓക്കെ, പിന്നെയും പ്രൈസ് മുകളിലോട്ട്. അപ്പോൾ പ്രൈസ് എന്ത് ചെയ്യില്ല, ഒറ്റയടിക്ക് ഒരു മുകളിലോട്ട് പോകില്ല. ഏതൊരു കാറ്റഗറിന് ഒരു ഇറക്കുണ്ടെന്ന് പറഞ്ഞ പോലെ തന്നെ പ്രൈസ് എന്ത് ചെയ്യും, ഒന്ന് മുകളിലോട്ട് പോയി നേരെ ഒരു 50% പ്രൈസ് വന്നിട്ടാണെന്ത് പിന്നെ മുകളിലോട്ട് പോവുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും ഇതുപോലെ തന്നെ പ്രൈസ് എന്ത് ചെയ്യും, പ്രൈസ് ഒന്ന് താഴെ വന്ന് വീണ്ടും ഒരു 50% പ്രൈസ് മുകളിലോട്ട് വന്നിട്ടാണ് പിന്നെ പ്രൈസ് താവുക. കണ്ടോ, പ്രൈസ് എന്ത് ചെയ്യില്ല, ഒറ്റയടിക്ക് പ്രൈസ് അങ്ങനെ ഒറ്റയടിക്ക് താവില്ല. ഓക്കെ, അങ്ങനെ താന്നുകൊണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പ്രൈസ് ഒരു 50% പ്രൈസ് വരും. എന്നിട്ട് എന്ത് ചെയ്യും, ഇവിടെ ഏതെങ്കിലും ഒരു ഏരിയ എടുത്തിട്ടാണ് റിവേഴ്സ് ആവുക. ഓക്കെ, ആ ഏരിയ നമുക്ക് എന്താണെന്നുള്ള പറയാം. ഒരു ഏകദേശം ഈ ഒരു 50% പ്രൈസ് വരും, വീണ്ടും ഡൗൺ ആവും. ഈ രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ ലോ കട്ട് ചെയ്യുന്നതിനാണെന്ത് നമ്മൾ BMS എന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ BMS ബ്രേക്ക് ചെയ്യുന്നതിന് നമ്മൾ പറയാം. ഇപ്പോൾ ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ലോകൾക്ക് പറയുന്ന പേര് ലോവർ ലോ എന്നാണ്. ഓക്കെ, ലോവർ ലോ. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ജസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ടായില്ല. ഓരോ പ്രൈസിൻ്റെ ഓരോ ലോ ബ്രേക്ക് ആവുന്നതിന് ലോവർ ലോ ബ്രേക്ക് ആയി എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഓരോ ലോ ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരു അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹയർ ഹൈ ഹയർ ലോ എന്ന് പറയാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഇവിടെ ഒരു പ്രൈസ് മുകളിലോട്ട് പോയി. അപ്പോൾ ഈ ഒരു ഹൈനെ എന്ത് ചെയ്തു, പ്രൈസ് ബ്രേക്കായി പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈന് ബ്രേക്ക് ആവുന്നതിന് എന്താ ഹയർ ഹൈ എന്ന് പറയാം. ഓക്കെ, ഹയർ ഹൈ. പിന്നെ ഡൗൺ വന്നു പ്രൈസ് അല്ലേ. അപ്പോൾ ഡൗൺ വന്നതിന് ഹയർ ലോ എന്ന് പറയാം. ഹയർ ലോ. ഓക്കെ, ഹയർ ഹൈ പിന്നെ ഹയർ ലോ, ഇതുപോലെ തന്നെ ഹയർ ഹൈ പിന്നെ ഹയർ ലോ. ഓക്കെ, ഇങ്ങനെയാണ് എന്ത് പ്രൈസ് ഓരോ ഹയർ ഹൈ ബ്രേക്ക് ആവുന്നതിനാണ് നമ്മളെന്ത് പറയുക, BMS എന്ന് പറയാം. ഓക്കെ, BMS. അതുപോലെ ഓരോ ലോവർ ലോ. ഇപ്പോൾ ഇവിടെ ഡൗൺ ട്രെൻഡാണ്. ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഓരോ ലോ ബ്രേക്ക് ചെയ്ത് പോകുന്നുണ്ട് അല്ലേ, ഓരോ ലോ. ഓക്കെ, അതുപോലെ ഓരോ ഹൈകൾക്ക് പറയുന്ന പേരാണെന്ത് ലോവർ ഹൈ എന്ന് പറയാം. ഓക്കെ, ലോവർ ഹൈ. അപ്പോൾ ഇവിടെ ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മനസ്സിലാക്കുക, ഡൗൺ ട്രെൻഡിലുള്ള ഓരോ ഹൈകളെ പറയുന്ന പേരാണെന്ത് ലോവർ ഹൈ. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ലോകൾക്ക് പറയുന്ന പേരാണെന്ത് ലോവർ ലോ. ഓക്കെ, ലോവർ ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് മനസ്സിലാക്കുക, അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ഹൈകൾക്ക് പറയുന്ന പേരാണെന്ത് ഹയർ ഹൈ ഹയർ ഹൈ ഹയർ ഹൈ. പിന്നെ പോലെ ഓരോ ഹയർ ഹൈയിലുള്ള ഓരോ ലോകൾക്ക് പറയുന്ന പേരാണെന്ത് ഹയർ ലോ ഹയർ ലോ ഹയർ ലോ. ഓക്കെ, അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ലോവർ ഹൈ പിന്നെ ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ, ലോവർ ഹൈ ലോവർ ലോ. അപ്പം ജസ്റ്റ് മനസ്സിലാക്കണം എന്താണ്, അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഓരോ ഹയർ ഹൈ ബ്രേക്ക് ചെയ്യുന്നതിന് BMS എന്ന് പറയും, ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. അതുപോലെ തന്നെ ഡൗൺ ട്രെൻഡിലാണെന്നുണ്ടെങ്കിൽ ഓരോ ലോവർ ലോ ബ്രേക്ക് ചെയ്യുന്നതിന് എന്താ പറയുക, BMS, ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ, ഇത്രയും എന്ത് ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു അപ് ട്രെൻഡ് പോകുന്ന പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് ഷിഫ്റ്റ് ആവുന്നതിന് വേറൊരു പേര് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ അപ് ട്രെൻഡ് പോകുന്ന പ്രൈസ് ഡൗൺ ട്രെൻഡിലോട്ട് വരാൻ ഒരു കാരണം ഉണ്ടാവും. ഓക്കെ, ഞാൻ ജസ്റ്റ് എന്ത് ചെയ്യാം, ഡ്രോ ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു അപ് ട്രെൻഡ് പോകുന്ന പ്രൈസ് ഡൗൺ ട്രെൻഡ് ആവുക എന്നുള്ള എങ്ങനെയാണെന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഡൗൺ ട്രെൻഡ് പോകുന്ന പ്രൈസ് എങ്ങനെയാണ് ഒരു അപ് ട്രെൻഡിലോട്ട് പോകുക എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇത് ഫുള്ള് ഡിലീറ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും, പ്രൈസ് ഒരു അപ് ട്രെൻഡ് പോകുമ്പോൾ ഓക്കെ പ്രൈസ് ഒന്ന് മുകളിലോട്ട് പോവുകയാണ്. ഓക്കെ, പ്രൈസ് ഒന്ന് ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും എന്ത് ചെയ്തു, ഒരു ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്തു, ഹയർ ഹൈ ക്രിയേറ്റ് ചെയ്തു, ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ ഹയർ ലോ ഹയർ ഹൈ. ഓക്കെ, പിന്നെ എന്ത് ചെയ്തു, പ്രൈസ് എന്താണ് ഒരു റിവേഴ്സൽ തരികയാണ്. ഓക്കെ, ഒരു റിവേഴ്സൽ തരിക എന്ന് പറയുമ്പോൾ പ്രൈസ് എന്ത് ചെയ്തു, നേരെ ഒരു ഡൗണിലോട്ട് പോവുകയാണ്. ഓക്കെ, ഇവിടെ വീണ്ടും എന്ത് ചെയ്തു, പ്രൈസ് ഒരു ഡൗൺ ട്രെൻഡിലോട്ട് ഷിഫ്റ്റ് ആവുകയാണ്. ഓക്കെ,
ഇപ്പോൾ എന്ത് ചെയ്തു ഡൗൺ ട്രെൻഡ്. ഇപ്പോൾ ഇവിടെ ഡൗൺ ട്രെൻഡ് ആകുമ്പോൾ എന്താണ് ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ലോവർ ലോ ലോവർ ഹൈ ഇങ്ങനെയാണ് വരിക അല്ലേ. ഇതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇവിടെ ഹയർ ഹൈ എന്ന് പറയുമ്പോൾ ഏതാണ് ഓരോ ഹൈകൾ പറയുന്ന പേരാണെന്ത് ഹയർ ഹൈ. ഓക്കെ, ഹയർ ഹൈ. അതുപോലെ തന്നെ ഓരോ ലോകൾ അപ് ട്രെൻഡിൽ ഓരോ ലോകൾ പറയുന്ന പേരാണെന്ത് ഹയർ ലോ എന്ന് പറയാം അല്ലേ. അതുപോലെ ഡൗൺ ട്രെൻഡ് ആകുമ്പോൾ എങ്ങനെ വരിക ഓരോ ഹൈകൾ പറയുന്ന പേര് ലോവർ ഹൈ എന്ന് പറയാം. ലോവർ ഹൈ. ഓക്കെ, ഇതൊക്കെ ഷോർട്ടായിട്ടാണ് എഴുതണേ. ഓക്കെ, അതുപോലെ തന്നെ ഓരോ ഡൗണിന് പറയുന്ന പേര് ലോവർ ലോ. ഓക്കെ, ലോവർ ലോ. അതുപോലെ തന്നെ ഒക്കെ ലോവർ ലോ ആണ് വരിക. ഓക്കെ, അപ്പോൾ ഓരോ ലോവർ ലോ ബ്രേക്ക് ആവുന്നതിന് എന്ത് പറയാം നമ്മൾ BMS എന്നാണ് പറയാൻ പറഞ്ഞു അല്ലേ. BMS, ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ, BMS. ഇതുപോലെ ഓരോ ലോവർ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്താണ് BMS ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു BMS കിട്ടി, ഇവിടെ ഒരു BMS കിട്ടി. ഓക്കെ, BMS. അതുപോലെ അപ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിലും ഓരോ ഹയർ ഹൈ ബ്രേക്ക് ആവുന്നതിന് എന്ത് ചെയ്യും നമ്മൾ BMS എന്ന് പറയും. ഓക്കെ, BMS. അതുപോലെ ഇതൊരു BMS ആണ്. ഓക്കെ, BMS. അതുപോലെ ഇതൊരു BMS ആണ്. ഓക്കെ, എല്ലാവരും BMS ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ അപ് ട്രെൻഡ് പോകുന്ന പ്രൈസ് പിന്നെ എന്ത് ചെയ്തു നേരെ ഡൗൺ ട്രെൻഡിലോട്ട് ഷിഫ്റ്റായി പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും ഇവിടെ ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും പ്രൈസ് ഡൗൺ ആവുന്നുണ്ടാവുക. അപ്പോൾ ലിക്വിഡിറ്റി എന്താണെന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ പ്രൈസ് റിയാക്ഷൻസ് തരുന്ന ഏരിയകളാണ്. ഓക്കെ, ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ നമുക്ക് രണ്ട് ടൈപ്പ് ലിക്വിഡിറ്റിയാണ് വരിക. ഒന്ന് എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി, അതുപോലെ ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി. അപ്പോൾ ഇവിടുന്ന് ഒരു അപ് ട്രെൻഡ് പോകുന്ന പ്രൈസ് ഏതെങ്കിലും ഒരു ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും പ്രൈസ് നേരെ റിവേഴ്സിൽ വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു ഈ പ്രൈസ് അപ് ട്രെൻഡ് പോയി നേരെ ഡൗൺ ട്രെൻഡിലോട്ട് മാറുമ്പോൾ ഈ ലാസ്റ്റ് ഉണ്ടാക്കുന്ന അഥവാ ഈ അപ് ട്രെൻഡിൽ ലാസ്റ്റ് ഉണ്ടാക്കുന്ന റീസെൻ്റ്ലി ഉണ്ടാക്കിയ ഒരു ലോ ഉണ്ടല്ലോ, ഇതാണല്ലോ ഇവിടെ വരിക. ഈ ലോന് ബ്രേക്ക് ആവുന്നതിന് പറയുന്ന പേരാണെന്ത് MSS എന്ന് പറയാം. ഓക്കെ, MSSൻ്റെ ഫുൾ ഫോം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ് എന്നാണ്. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. BMSൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ലോവർ ഹൈൻ്റെ LHൻ്റെ ഫുൾ ഫോം ലോവർ ഹൈ, LLൻ്റെ ഫുൾ ഫോം ലോവർ ലോ. അതുപോലെ HHൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഹയർ ഹൈ, പിന്നെ ഉള്ളത് ഹയർ ലോ. ഓക്കെ, ഇതൊന്നും ഞാൻ ഇവിടെ എഴുതുന്നില്ല, ജസ്റ്റ് ഒക്കെ ഷോർട്ടാക്കിയിട്ടാണ് ഇവിടെ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു എന്തെങ്കിലും റീസൺ എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക പ്രൈസ് ഈ അപ് ട്രെൻഡ് പോകുന്ന പ്രൈസ് ഡൗൺ ആവുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ റീസണൊക്കെ എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സുകളിൽ നല്ല രീതിയിൽ എന്ത് ചെയ്യാം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ജസ്റ്റ് എന്ത് ചെയ്തു ഇപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു റീസണിൽ ഒരു മുമ്പ് ഏതെങ്കിലും ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും ആ പ്രൈസ് ആ ഒരു ഹൈനെ മറികടന്നിട്ട് എന്ത് ചെയ്യും പ്രൈസ് നേരെ ഡൗൺ ആവും. അപ്പോൾ ഓരോ ഹൈകളും അഥവാ മാർക്കറ്റിൽ ഓരോ ഹൈകളും എന്താണ് ലിക്വിഡിറ്റീസാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ലൈവ് ചാർട്ടിൽ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ഓരോ ഹൈകളും ലോകളൊക്കെ എന്താണ് ലിക്വിഡിറ്റിയാണ് വരിക. ഓക്കെ, അപ്പോൾ ഓരോ ഹൈകളും ലോകൾക്ക് പറയുന്ന പേര് ബൈ സൈഡ് ലിക്വിഡിറ്റി, ഇതുപോലെ തന്നെ സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയാം. അഥവാ എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റിയിൽ വരുന്ന സംഭവങ്ങളാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക പ്രൈസ് നേരെ ഡൗൺ ആവുന്നുണ്ടാവുക. ഒന്നല്ലെങ്കിൽ ബൈ സൈഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും FEG ആയിരിക്കും, അല്ലെങ്കിൽ OB ആയിരിക്കും. FEG എന്ന് പറയുമ്പോൾ ഫെയർ വാല്യൂ ഗ്യാപ്പ് എന്ന് പറയാം. ഓക്കെ, FEG അഥവാ ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ഒന്നല്ലെങ്കിൽ FEG എടുത്തിട്ടായിരിക്കും ഡൗൺ ആവുന്നുണ്ടാവുക, അല്ലെങ്കിൽ എന്ത് ചെയ്യും പ്രൈസ് ഒരു OB അല്ലെങ്കിൽ ഓർഡർ ബ്ലോക്ക് എടുത്തിട്ടായിരിക്കും ഡൗൺ ആവുന്നുണ്ടാവുക. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലിക്വിഡിറ്റി. ഓക്കെ, ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക പ്രൈസ് ഡൗൺ ആവുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒന്നല്ലെങ്കിൽ FEG എടുത്ത് ഡൗൺ ആവും, അല്ലെങ്കിൽ OB എടുത്ത് ഡൗൺ ആവും. ഓക്കെ, അപ്പോൾ പ്രൈസ് എന്ത് ചെയ്യും ഒരു FEG എടുത്ത് ഡൗൺ ആവും, അല്ലെങ്കിൽ ഒരു OB എടുത്ത് ഡൗൺ ആവും, അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി എടുത്ത് ഡൗൺ ആവും. ലിക്വിഡിറ്റി ഉദ്ദേശിക്കുന്നത് ERL. അതൊക്കെ വരും ക്ലാസ്സുകളിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ FEG OB അല്ലെങ്കിൽ ഇതുപോലെ ലിക്വിഡിറ്റീസ്. ഓക്കെ, FEG OB ഒക്കെ ലിക്വിഡിറ്റി ആണ് വരിക. ഓക്കെ, അത് നമുക്ക് IRലാണ് വരിക. IR എന്ന് പറയുക ഇൻറ്റേർണൽ റേഞ്ച് ലിക്വിഡിറ്റി. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൈസ് ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക പ്രൈസ് ഡൗൺ ആവുന്നുണ്ടാവുക, അല്ലെങ്കിൽ ഇവിടെ ചിലപ്പോൾ എന്ത് ചെയ്യും ഒരു FEG ഉണ്ടാവും. ഓക്കെ, ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും ഒരു OB ഉണ്ടാവാം. ഓക്കെ, അല്ലെങ്കിൽ ഇവിടെ ഒരു OB ഉണ്ടാവാം. ചിലപ്പോൾ ആ OB എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക പ്രൈസ് ഡൗൺ ആവുന്നുണ്ടാവുക, അഥവാ
മുകളിലോട്ട് പോകുന്ന പ്രൈസ് ഇതിലേതെങ്കിലും ഒന്ന് എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, പ്രൈസ് നേരെ ഡൗൺ ആവുന്നുണ്ടാവുക. ഓക്കെ, ഇതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റ്. ഓക്കെ, ഇതുപോലെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ലോ എന്തായിരിക്കും, ഒരു ERL ആയിരിക്കും, അതൊരു എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ ലോകൾക്ക് പറഞ്ഞ സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയാം. ഓക്കെ, SSL. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, പ്രൈസ് പിന്നെ മുകളിലോട്ട് പോകുന്നുണ്ടാവുക. അപ്പോൾ ഇവിടെ ഒരു സെൽ സൈഡ് ഞാൻ ജസ്റ്റ് ഇത് മാർക്ക് ചെയ്തു. ഓക്കെ, ഒരു സെൽ സൈഡ് എടുത്തു. അപ്പോൾ ഈ സെൽ സൈഡ് എടുത്തിട്ട് എന്ത് ചെയ്യും, പ്രൈസ് നേരെ മുകളിലോട്ട് പോകുന്നത് നിങ്ങൾക്ക് മാർക്കറ്റിൽ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ പ്രൈസ് ഒരു സെൽ സൈഡ് എടുത്തു, പിന്നെ എന്ത് ചെയ്തു, പ്രൈസ് നേരെ മുകളിലോട്ട് പോയി, വീണ്ടും എന്ത് ചെയ്തു, ഡൗൺ തന്നു, വീണ്ടും മുകളിലോട്ട് പോയി. അപ്പോൾ എന്ത് ചെയ്തു, ഒരു സ്ട്രക്ചർ ഷിഫ്റ്റ് ആവുകയാണ്. ഈ ഡൗൺ ട്രെൻഡ് വരുന്ന പ്രൈസ് എന്ത് ചെയ്തു, നേരെ അപ്പ് ട്രെൻഡിലോട്ട് മാറുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഉണ്ടാക്കിയ ഒരു റീസണിൽ ഉണ്ടാക്കിയ ഒരു ഹൈ അഥവാ ലോവർ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴാണെന്ത് ഒരു MSS അഥവാ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഷിഫ്റ്റ് ആകുമെന്ന് പറയാം. MSS നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ MSS ഇവിടെ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, പിന്നെ നെക്സ്റ്റ് എന്ത് ചെയ്യും, ഈ ഡൗൺ ട്രെൻഡ് പോകുന്ന പ്രൈസ് പിന്നെ നേരെ ഒരു അപ്പിലോട്ട് പോകണ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ വീണ്ടും എന്ത് ചെയ്യും, ഒരു അപ്പ് ട്രെൻഡിലോട്ട് പ്രൈസ് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ ഓരോ ഹൈകൾ ബ്രേക്ക് ചെയ്യുന്നതിന് എന്ത് ചെയ്യും, പിന്നെ നമ്മൾ BMS എന്ന് പറയും. ഓക്കെ, BMS ഓരോ ഹയർ ഹൈ ബ്രേക്ക് ചെയ്യുമ്പോഴും BMS എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു, ഇവിടെ വീണ്ടും ഒരു ഹൈ ബ്രേക്ക് ചെയ്തു. ഓക്കെ, ഇവിടെ വീണ്ടും എന്ത് ചെയ്തു, പ്രൈസ് ഒരു ഹൈനെ ബ്രേക്ക് ചെയ്തു, പ്രൈസ് ഇങ്ങനെ പോവുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാണാൻ വേണ്ടി പറ്റും, ഇവിടെ ഈ ഡൗൺ ട്രെൻഡിൽ വന്ന് പ്രൈസ് നേരെ എന്ത് ചെയ്തു, നേരെ ഈ ഒരു സെൽ സൈഡ് എടുത്തിട്ട് എന്ത് ചെയ്യും, പ്രൈസ് പിന്നെ നേരെ അപ്പ് ട്രെൻഡിലോട്ട് മാറി. അപ്പോൾ ഇവിടെ ഈ റീസണിലുള്ള ഒരു ലോവർ ഹൈ എന്ന് പറയുമ്പോൾ ഇതാണ് അല്ലേ. അപ്പോൾ ഇതിനാണെന്ത് MSS എന്ന് പറയാം. ഓക്കെ, MSS മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രൈസ് എന്ത് ചെയ്യും, പ്രൈസ് എപ്പോഴും ഒരു 50% പ്രൈസ് എന്ത് ചെയ്യും വന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക, മുകളിലോട്ട് പോകുന്നുണ്ടാവും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. പ്രൈസ് ഒരു 50% പ്രൈസ് മുകളിലോട്ട് പോയിട്ടുണ്ടാവും, വന്നിട്ടായിരിക്കും പ്രൈസ് മുകളിലോട്ട് പോകുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ കേസിൽ ഇവിടെ ഓരോ റീസൺസ് ഉണ്ട്. ഓക്കെ, ഒരു പ്രൈസ് ഒരു അപ്പ് ട്രെൻഡിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒരു റീസൺസ് ഉണ്ട്. ആ റീസൺ ഞാൻ ഇവിടെ എഴുതി കൊടുത്തിട്ടുണ്ട്. അഥവാ ഫെയർ വാല്യൂ ഗ്യാപ്പ് അല്ലെങ്കിൽ OB അല്ലെങ്കിൽ ഇതുപോലത്തെ ലിക്വിഡിറ്റീസ് എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, പ്രൈസ് മുകളിലോട്ട് പോകുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ജസ്റ്റ് ഞാനിവിടെ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു FEG എന്ത് ചെയ്യും, ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ടാവും പ്രൈസ്. ഒന്നല്ലെങ്കിൽ FEG എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, പ്രൈസ് മുകളിലോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, FEG എടുത്തു, പ്രൈസ് വീണ്ടും മുകളിലോട്ട് പോയി, വീണ്ടും എന്ത് ചെയ്യും, ഇവിടെ FEG എടുത്തു, ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രൈസ് FEG എടുത്തിട്ട് മുകളിലോട്ട് പോകും. അല്ലെങ്കിൽ ചിലപ്പോൾ പ്രൈസ് എന്ത് ചെയ്യും, ഒരു ഓർഡർ ലോക്ക് എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക. ഓർഡർ ലോക്ക് എന്ന് പറയുമ്പോൾ ഈ ഒരു ഡൗണിൽ നിന്നായിരിക്കും വരുന്നുണ്ടാവുക OB. ഓക്കെ, അപ്പോൾ ഇവിടെ OB എടുത്തിട്ടായിരിക്കും ചിലപ്പോൾ പ്രൈസ് മുകളിലോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, ഒരു OB എടുത്തിട്ടാണ് പ്രൈസ് മുകളിലോട്ട് പോകണമെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഇതേപോലെ തന്നെ നേരെ ഓപ്പോസിറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും, ഒരു FEG അല്ലെങ്കിൽ ഒരു OB എടുത്തിട്ടായിരിക്കും പ്രൈസ് ഡൗൺ പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞു പ്രൈസ് എപ്പോഴും എന്ത് ചെയ്യും, ഒരു 50% പ്രൈസ് വന്നിട്ടായിരിക്കും എന്ത് ചെയ്യുക, പ്രൈസ് മൂവ് ചെയ്യാന്ന് പറഞ്ഞു. ചില കേസുകളിൽ എന്ത് ചെയ്യില്ല, പ്രൈസ് ഒരു 50% വരാതെ പോവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രൈസ് നല്ലൊരു അപ്പ് ട്രെൻഡ് പോയിട്ട് എന്ത് ചെയ്യും, പിന്നെ പ്രൈസ് ഒരു 50% വരാതെ പ്രൈസ് എന്ത് ചെയ്യും, ചിലപ്പോൾ ഈ ഒരു ലെവലിന് വന്നിട്ട് വീണ്ടും പ്രൈസ് എന്ത് ചെയ്യും, മുകളിലോട്ട് പോകണം കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇവിടെ പ്രൈസ് എന്ത് ചെയ്യും, ചിലപ്പോൾ ഒരു ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ടായിരിക്കും പോകുന്നുണ്ടാവുക. ഓക്കെ, ഒരു ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഇവിടെ ജസ്റ്റ് ഒരു ലിക്വിഡിറ്റി ഒക്കെ ബിൽഡ് ചെയ്തിട്ട് ഇവിടെ ഒരു ചിലപ്പോൾ എന്ത് ചെയ്യും, ഈ ഒരു ഏരിയയിൽ നിന്ന് ഈ ഒരു ലോ ഒക്കെ ബ്രേക്ക് എടുത്തിട്ട് അഥവാ ഈ ഒരു ഏരിയനെ ജസ്റ്റ് എന്ത് ചെയ്യും, ഒരു ലിക്വിഡിറ്റി സ്വീപ്പ് നടത്തും. ഓക്കെ, എന്നിട്ടായിരിക്കും പ്രൈസ് നെക്സ്റ്റ് ഒരു ഹൈയിലോട്ട് പോകുന്നുണ്ടാവുക. ഓക്കെ, പ്രൈസ് എന്ത് ചെയ്യും, ചിലപ്പോൾ ഇവിടെ നല്ല രീതിയിൽ കൺസോളിഡേറ്റ് ചെയ്ത് എന്ത് ചെയ്യും, പ്രൈസ് അവിടെ ഒരു ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ ആ ഏരിയ ഹണ്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, ഒരു 50% വരാതെ എന്ത് ചെയ്യും, പ്രൈസ് മുകളിലോട്ട് പോകാറുണ്ട്. അപ്പോൾ ഈ രീതിയിലും പ്രൈസ് എന്ത് ചെയ്യും, മുകളിലോട്ട് പോകും. ഓക്കെ, എപ്പോഴും എന്ത് ചെയ്യില്ല, ചിലപ്പോൾ 50% വരാതെ ചിലപ്പോൾ ഇവിടെ ഏതെങ്കിലും ലോ ടൈം ഫ്രെയിമിലൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യും, എല്ലാ ഏരിയകളും മിറ്റിഗേറ്റ് ആയിട്ട് എന്ത് ചെയ്യും, പ്രൈസ് പോവാറുണ്ട്. ഓക്കെ, അപ്പോൾ ഏരിയകൾ ചിലപ്പോൾ ഇവിടെ ചില ലോ ടൈം ഫ്രെയിമിൽ പുതിയൊരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, അവിടെയൊക്കെ മിറ്റിഗേറ്റ് ആയിട്ടായിരിക്കും പ്രൈസ് പോകുന്നുണ്ടാവുക. അപ്പോൾ അങ്ങനത്തെ കേസിൽ ചിലപ്പോൾ എന്ത് ചെയ്യില്ല, പ്രൈസ് ചിലപ്പോൾ ഒരു 50% പ്രൈസ് വരാതെ മൂവ് ചെയ്യാറുണ്ട്. ഓക്കെ, ഒന്നല്ലെങ്കിൽ ആ രീതിയിൽ പോകും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇവിടെ നല്ല രീതിയിൽ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ട് അതിനെ ജസ്റ്റ് എന്ത് ചെയ്യും, ഒരു സ്വീപ്പ് നടത്തിയിട്ട് എന്ത് ചെയ്യും, ഒരു സ്വീപ്പ് നടത്തിയിട്ട്
പ്രൈസ് മുകളിലോട്ട് പോകാറുണ്ട്. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഒരു സെൽ സൈഡ് എന്നൊക്കെ പറയാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ പ്രൈസ് പോവാം. അല്ലെങ്കിൽ ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു FEG എടുത്തിട്ട് എന്ത് ചെയ്യും, പ്രൈസ് മുകളിലോട്ട് പോകാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, പ്രൈസ് ഒരു OB എടുത്തിട്ട് എന്ത് ചെയ്യും, പ്രൈസ് മുകളിലോട്ട് പോകാം. ഇതിൽ വേറെയും ഒരുപാട് ടേമുകളുണ്ട്. ഓക്കെ, ബ്രേക്കർ ബ്ലോക്ക്, അതുപോലെ IFEG, ഇൻവേർഷൻ, ഫെയർ വാല്യൂ ഗ്യാപ്പ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അതൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് വരും ക്ലാസ്സുകൾ പറയാം. FEG OB ഒക്കെ എന്ത് ചെയ്യാം, വിശദമായിട്ട് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സുകൾ പറയാം. അപ്പോൾ നമ്മൾ ഒരു സ്ട്രക്ചറിൻ്റെ ഒരു സംഭവങ്ങളാണ് പറയുന്നത്. ഓക്കെ, ഈ സ്ട്രക്ചർ നല്ല രീതിയിൽ മനസ്സിലായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു സിങ്ക് ട്രേഡൊക്കെ നല്ല രീതിയിൽ പുഷ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഡ്രോയിങ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, ഇത് ജസ്റ്റ് ഞാൻ എന്ത് ചെയ്യാം, റിയൽ ചാർട്ടിൽ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ റിയൽ ചാർട്ടിലോട്ട് വരുമ്പോൾ ഓക്കെ, ഇപ്പോൾ USD, ഇപ്പോൾ USD ചാർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും. കണ്ടോ, അപ്പോൾ ഇവിടെ ഒരു ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഒരു ട്രെൻഡ് വൈസ് പറയാം. ഓക്കെ, ഒരു ട്രെൻഡ് വൈസ് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും പ്രൈസ്. ഇപ്പോൾ ഞാൻ ഡെയിലി ടൈം ഫ്രെയിമിൽ ചാർട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഒരു പഴയ ഒരു ഏരിയ നോക്കാം. അപ്പോൾ ഇവിടെ ഒരു ഡൗൺ ട്രെൻഡ്, അതുപോലെ ഒരു അപ്പ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഏരിയ എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു പ്രൈസ് മുകളിലോട്ട് പോയി എന്ത് ചെയ്തു, പ്രൈസ് പിന്നെ നല്ല രീതിയിൽ താഴോട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ താഴോട്ട് വന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ട്രെൻഡ് വൈസ് പറയണമെങ്കിൽ എങ്ങനെ വരിക, ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു ഹൈ. ഓക്കെ, ഒരു ഡൗൺ ട്രെൻഡ്, ഇതൊരു ഡൗൺ ട്രെൻഡ് ആണല്ലേ, ഇങ്ങനെ നോക്കുമ്പോൾ ഒരു ഡൗൺ ട്രെൻഡ് ആണ്, നോക്കുമ്പോൾ ഒരു അപ്പ് ട്രെൻഡുമാണ്. അപ്പോൾ ഇവിടെ ഡൗൺ ട്രെൻഡ് ആകുമ്പോൾ ഇവിടെ ഓരോ ലോകളും, ഓക്കെ, ഇവിടെ ഒരു ലോ ക്രിയേറ്റ് ചെയ്തു. എന്ത് ചെയ്തു, പ്രൈസ് നേരെ ഒരു അപ്പ് പോയി അല്ലേ, അപ്പ് പോയി. വീണ്ടും എന്ത് ചെയ്തു, നേരെ ഒരു ഡൗൺ വന്നു. ഇവിടെ ജസ്റ്റ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഡൗൺ വന്നു. വീണ്ടും ഒരു അപ്പ് ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഡൗൺ വന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത്, ഒരു ഡൗൺ ട്രെൻഡ് എന്ന് പറയുമ്പോൾ അല്ലേ. അതുപോലെ തന്നെ വീണ്ടും എന്ത് ചെയ്യും, പ്രൈസ് നേരെ ഒരു അപ്പ് ട്രെൻഡിലോട്ട് പ്രൈസ് മൂവ് ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്തു, അപ്പ് പോയി, വീണ്ടും ഡൗൺ വന്നു, വീണ്ടും അപ്പ് പോയി. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ ലാസ്റ്റ് പോയൊരു ഹൈ. അപ്പോൾ ഇവിടെ ഒരു ട്രെൻഡ് വൈസ് നോക്കുമ്പോൾ എങ്ങനെ വരിക, അപ്പോൾ ഇവിടെ പ്രൈസ് ഓരോ ലോവർ ലോ, ഇപ്പോൾ ഇവിടെ ഡൗൺ ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്, ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, അപ്പോൾ റിയൽ ചാർട്ടിലോട്ട് വരാം. അപ്പോൾ റിയൽ ചാർട്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 hour ടൈം ഫ്രെയിം എടുക്കാം. ഓക്കെ, 4 hour ടൈം ഫ്രെയിം എടുത്തു. അപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, റിയൽ ചാർട്ടിൽ വരുമ്പോൾ ഓക്കെ, റിയൽ ചാർട്ടിൽ വരുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, ഒരു ഡൗൺ ട്രെൻഡ് ഫോം ആയിട്ടുണ്ട് അല്ലേ, ഡൗൺ ട്രെൻഡ് ഫോം ആയിട്ടുണ്ട്. അതുപോലെ എന്ത് ചെയ്തു, ഒരു അപ്പ് ട്രെൻഡ് ഫോം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു സ്ട്രക്ചർ വൈസ് നോക്കുമ്പോൾ എങ്ങനെയാണ് വരിക, അപ്പോൾ ഇവിടെ ഇതാണ് എന്ത്, മാക്സിമം പോയ ഹൈ അല്ലേ. അപ്പോൾ ഇവിടെ നല്ലൊരു അപ്പ് പോയി എന്ത് ചെയ്തു, മാക്സിമം പോയ ഹൈ ഇതാണ്. ഇപ്പോൾ എന്ത് ചെയ്തു, പ്രൈസ് നേരെ ഒരു ഡൗൺ വന്നു, വീണ്ടും മുകളിലോട്ട് പോയി, വീണ്ടും എന്ത് ചെയ്തു, വീണ്ടും ഒരു ഡൗൺ തന്നു. ഓക്കെ, ഡൗൺ വന്നു, വീണ്ടും അപ്പ് പോയി, വീണ്ടും ഡൗൺ വന്നു, വീണ്ടും അപ്പ് പോയി, ഡൗണ്, വീണ്ടും അപ്പ് പോയി, വീണ്ടും ഡൗൺ. അപ്പോൾ ഇതാണ് ഇവിടെ മാക്സിമം പോയ ലോ എന്ന് പറയുമ്പോൾ ഇതാണ് വരിക അല്ലേ. പിന്നെ എന്ത് ചെയ്തു, പ്രൈസ് നേരെ ഒരു അപ്പിലോട്ട് കടന്നു, അഥവാ അപ്പ് ട്രെൻഡിലോട്ട് കടന്നു. ഓക്കെ, ഇത് ഡൗൺ ട്രെൻഡ്, ഇത് അപ്പ് ട്രെൻഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, അപ്പ് ട്രെൻഡ് ആകുമ്പോൾ ഇതാണെന്ത് ഹയർ ലോ എന്ന് പറയാം. ഓക്കെ, ഹയർ ലോ. പിന്നെ എന്ത് ചെയ്തു, ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, പിന്നെ ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ഓക്കെ, അപ്പോൾ ഇവിടെ അപ്പ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത് അല്ലേ. ഈ ഒരു ഏരിയ ഫുൾ എന്താണ്, അപ്പ് ട്രെൻഡാണ്. ഇതെന്താണ്, ഒരു ഡൗൺ ട്രെൻഡാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക, ഓരോ ഹൈകൾ എന്താണ്, ഇവിടെ ഈ ഡൗൺ ട്രെൻഡിലുള്ള ഓരോ ഹൈകൾ എന്താണ്, ലോവർ ഹൈ ആണ് വരിക. ഓക്കെ, ലോവർ ഹൈ, ലോവർ ഹൈ, ലോവർ ഹൈ. അതുപോലെ ഇതെന്താണ്, ലോവർ ലോ, ലോവർ ലോ, ലോവർ ലോ, ലോവർ ലോ. അതുപോലെ അപ്പ് ട്രെൻഡ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഹയർ ഹൈ. ഓക്കെ, ഹയർ ഹൈ. അതുപോലെ തന്നെ ഇത് ഹയർ ലോ. ഓക്കെ, ഹയർ ലോ, ഇതൊരു ഹയർ ഹൈ. അതുപോലെ തന്നെ ഇതൊരു ഹയർ ലോ ആണ് വരിക അല്ലേ, ഹയർ ലോ.
അതുപോലെ തന്നെ ഇവിടെ ഡൗൺ ട്രെൻഡ് ആകുമ്പോൾ ഇതെന്താ വരിക ലോവർ ഹൈ. അതുപോലെ തന്നെ ഇത് ലോവർ ലോ. ഓക്കെ, ലോവർ ലോ. അതുപോലെ ഇത് ലോവർ ഹൈ, ഇത് ലോവർ ലോ. ഓക്കെ, ലോവർ ലോ. അപ്പോൾ ഇതാണ് എന്തൊരു സ്ട്രക്ചർ വൈസ് പറയുമ്പോൾ. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓരോ ഹൈകൾ മറികടക്കുമ്പോൾ അതിന് പറയുന്ന പേരാണെന്ത്, BMS എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു ഇത് മനസ്സിലാക്കണം, ട്രെൻഡ് ഷിഫ്റ്റ് ആവുക. അപ്പോൾ ഇവിടെ ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പോൾ ഇവിടെ നല്ല രീതിയിൽ പ്രൈസ് നല്ല ഡൗൺ ആയി എന്ത് ചെയ്യും, പിന്നെ പ്രൈസ് മുകളിലോട്ട് പോയി വീണ്ടും ഡൗൺ ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഏരിയകളൊക്കെ എന്താണ്, BMS ആണ് അല്ലേ. അപ്പോൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തു, BMS. ഓക്കെ, BMS ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. അതുപോലെ തന്നെ ഇവിടെ ഒരു ലോ ബ്രേക്കായി, ഇതെന്താണ്, BMS ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. അതുപോലെ തന്നെ ഇവിടെ ഒരു ലോ ബ്രേക്ക് ചെയ്തു അല്ലേ, ഇതെന്താണ്, ബ്രേക്ക് ഓഫ് മാർക്കറ്റ് സ്ട്രക്ചർ. ഓക്കെ, പിന്നെ ഇവിടുന്ന് എന്ത് ചെയ്തു, പിന്നെ പ്രൈസ് നേരെ ഒരു ഡൗൺ ക്രിയേറ്റ് ചെയ്തു. പിന്നെ എന്ത് ചെയ്തു, പ്രൈസ് നേരെ ഒരു അപ്പ് പോവാണ് അല്ലേ. അപ്പ് പോയി പിന്നെ ഡൗൺ വന്നു, വീണ്ടും എന്ത് ചെയ്തു, ഒരു അപ്പിലോട്ട് വീണ്ടും മറികടന്നു. അപ്പോൾ അങ്ങനത്തെ കേസിൽ എന്താണ്, ഇവിടെ ഈ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ഹയർ ഹൈനെ ഇങ്ങനെ മറികടക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു MSS ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഓക്കെ, മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റ്. ഓക്കെ, അഥവാ ഒരു ഹയർ ഹൈന് മറികടന്നു. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, റീസെൻ്റ്ലി ക്രിയേറ്റ് ചെയ്ത് അഥവാ ഡൗൺ ട്രെൻഡിൽ ലാസ്റ്റ് ഉണ്ടാക്കിയ ലോവർ ഹൈ ഇവിടെ ഇതാണ് വരിക. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു MSS ആയിട്ട് കണക്കാക്കാൻ പറ്റും. ഓക്കെ, ഇവിടെ ലാസ്റ്റ് ക്രിയേറ്റ് ചെയ്ത ഒരു ലോവർ ഹൈ എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ ഓക്കെ, അപ്പോൾ ഇതെന്ത് ചെയ്യാൻ പറ്റും, ഒരു ലോവർ ഹൈ ആയിട്ട് എന്ത് ചെയ്യാം, ഇതൊരു MSS ആയിട്ട് കണക്കാക്കാം. ഓക്കെ, ലോവർ ഹൈനെ ബ്രേക്ക് ചെയ്തു, ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, ഇതൊരു MSS ആയിട്ട് കണക്കാക്കാം. ഓക്കെ, ഒരു MSS ആയി കണക്കാക്കി പിന്നെ ഓരോ ഹൈകളും ബ്രേക്ക് ചെയ്തിട്ട് എന്താണ്, പിന്നെ പ്രൈസ് മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് നിങ്ങൾ ബാക്ക് ട്വിസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു വിഷയമായിട്ടൊരു വീണ്ടും ഒരു സ്ട്രക്ചർ എന്ത് ചെയ്യാം, വേറൊരു ഏരിയകൾ കാണിച്ചു തരാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഈ ഏരിയകൾ ഡിലീറ്റ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ഹയർ ടൈം ഫ്രെയിം എടുക്കണം. ഓക്കെ, ഒരു ഡെയിലി ടൈം ഫ്രെയിം എടുത്തു, EUR/USD. ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും പ്രൈസ് ഇതാ. ഇപ്പോൾ ഇവിടെ പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പം നിലവിൽ പ്രൈസ് നല്ല ബുള്ളിഷ് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നല്ലൊരു അപ് ട്രെൻഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രൈസ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ്, പ്രൈസ് ഒരു റീസൺ ഉണ്ടാവും മുകളിലോട്ട് പോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുപോലെ ഒരു റീസൺ ഉണ്ടാവും താഴോട്ട് വരാമെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഒരു റീസൺസ് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടുന്ന് മാക്സിമം പോയ ഹൈ ഇതാണ് വരുന്നത് അല്ലേ. ഇവിടുന്ന് എന്ത് പ്രൈസ് നേരെ ഡൗൺ ആയിട്ടുണ്ട്, ഇതുവരെ ഡൗൺ ആയി. പിന്നെ ഇവിടുന്നാണ് പിന്നെ പ്രൈസ് മുകളിലോട്ട് പോകുന്നത് കണ്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു ഡൗൺ വരാനൊരു റീസൺ എന്ന് പറയുമ്പോൾ ഇവിടെ കണ്ടോ, ഇവിടെ പഴയ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇതൊരു ലിക്വിഡിറ്റിയാണ് വരിക. ഓക്കെ, ലിക്വിഡിറ്റി എന്നുള്ള നെക്സ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതൊരു ലിക്വിഡിറ്റിയാണ് വരിക. ഓക്കെ, ഈ ഒരു ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയാം. ഓക്കെ, ബൈ സൈഡ് ലിക്വിഡിറ്റി. ഓക്കെ, എക്സ്റ്റേണൽ റേഞ്ച് ലിക്വിഡിറ്റി അഥവാ ER എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയാം. ഓക്കെ, ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി എടുത്തിട്ടാണ് എന്ത് പ്രൈസ് ഡൗൺ ആവുന്നത് കണ്ടോ. കാണാൻ വേണ്ടി പറ്റും. പ്രൈസ് എന്ത് ചെയ്തു, ഈ ഒരു ക്യാൻഡിൽ ഈ ഒരു ഹൈനെ മറികടന്നു, പിന്നെ എന്ത് ചെയ്യും, പ്രൈസ് നേരെ ഡൗൺ ആയി. ഓക്കെ, അപ്പോൾ ഇവിടെ ഇങ്ങനെ സ്ട്രക്ചർ വരിക കണ്ടോ. അപ്പോൾ ഇവിടെ ഈ ഒരു ഹൈനെ മറികടന്നു പ്രൈസ് എന്ത് ചെയ്തു, നേരെ ഡൗണിലോട്ട് പോയി. അപ്പോൾ ഇവിടെ ഇതാണ് എന്ത് ലോവർ ലോ അല്ലേ, ലോവർ ലോ. പിന്നെ ഒരു ലോവർ ഹൈ ക്രിയേറ്റ് ചെയ്തു, പിന്നൊരു ലോവർ ലോ, ഒരു ലോവർ ഹൈ, ലോവർ ലോ. ഓക്കെ, അപ്പോൾ ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് എങ്ങനെ പറയാം, ഇവിടെ സ്ട്രക്ചർ ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് രണ്ട് രീതിയിൽ കാണാം. ഒന്നല്ലെങ്കിൽ ഈ അപ് ട്രെൻഡിൽ, ഇപ്പോൾ ഇവിടെ റീസെൻ്റ്ലി ഉള്ള ഒരു അപ് ട്രെൻഡ് എന്ന് പറയുമ്പോൾ ഇവിടെ ഇതൊരു അപ് ട്രെൻഡ് പോയി ഇവിടെ ലാസ്റ്റ് ഉണ്ടാക്കിയ ലോവർ ഹൈ, ഒരു ഹയർ ലോ ആണ് വരിക. ഓക്കെ, ഇപ്പോൾ ഇവിടെ കാണാൻ പറ്റും പ്രൈസ് എന്ത് ചെയ്തു, ഒരു അപ് ട്രെൻഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കണ്ടോ. ഇപ്പോൾ ഇവിടെ ഒരു ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ഓക്കെ, അപ്പോൾ ഇവിടെ ലാസ്റ്റ് ഉണ്ടാക്കിയ ഹയർ ലോ എന്ന് പറയുമ്പോൾ ഏതാ വരിക, ഇതാണ് വരുന്നത്. ഓക്കെ, ഇതാണ് ഹയർ ലോ. ഓക്കെ, നിങ്ങൾക്ക് ഈ രീതിയിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു MSS എന്ന് പറയാം, അഥവാ മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഷിഫ്റ്റായി, അഥവാ ബൈ സൈഡിൽ ഇവിടെ ഇട്ടു, പ്രൈസ് എന്ത് ചെയ്തു, നേരെ ഡൗൺ ആയി എന്ത് ചെയ്തു,
ഒരു റീസണിലുള്ള ലോ ബ്രേക്ക് ചെയ്തു, MSS കിട്ടി. MSS കിട്ടിയോട് കൂടെ എന്ത് ചെയ്യും, പിന്നെ ട്രെൻഡ് ഡൗൺ ആയി തുടങ്ങി. കണ്ടോ, പിന്നെ ട്രെൻഡ് നേരെ ഡൗൺ ആയി. ഓക്കെ, ഒന്നല്ലെങ്കിൽ ഈ രീതിയിൽ ഹയർ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് MSI പരിഗണിക്കാം. അല്ലെങ്കിൽ പ്രൈസ് ഡൗൺ ട്രെൻഡിൽ ഒരു ലോവർ ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇവിടെ ഒരു എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു ബൈ സൈഡിൽ ഇവിടെ എടുത്തു, പ്രൈസ് ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, നേരെ എന്ത് ചെയ്തു, ഒരു ലോവർ ലോ ബ്രേക്ക് ക്രിയേറ്റ് ചെയ്തു, പിന്നെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, വീണ്ടും ഒരു ലോവർ ലോ ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ഈ ഒരു ലോവർ ലോ ബ്രേക്ക് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ലോവർ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു MSI പരിഗണിക്കാൻ പറ്റും. രണ്ട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, MSI ആയിട്ട് പരിഗണിക്കാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ ഇവിടെ എന്ത് ചെയ്തു, ഒരു MSS കിട്ടി. എന്നിട്ട് എന്ത് ചെയ്തു, പ്രൈസ് പിന്നെ നേരെ എന്ത് ചെയ്തു, ഒരു 50% പ്രൈസ് തിരിച്ച് ആ ഏരിയയിലോട്ട് വന്നു അല്ലേ, വന്നിട്ടില്ലേ, കാണാൻ പറ്റും. പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട് കണ്ടോ, ഈ ഒരു ഹൈ മുതൽ ഈ ഒരു ലോ വരെ മാർക്ക് ചെയ്യാം. കണ്ടോ, ഒരു 50% എന്ന് പറയുമ്പോൾ ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, ആ ഏരിയയിലോട്ട് പ്രൈസ് വന്നു, നേരെ ഡൗൺ ആയി. കണ്ടോ, ഡൗൺ ആയി. അപ്പോൾ ഇവിടെ ഒരു നമ്മൾ FEG OB ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ FEG എന്ന് പറയുമ്പോൾ ഒരു ഗ്യാപ്പിന് പറയുന്ന പേരാണത് FEG. ഓക്കെ, അത് വരും ക്ലാസ്സിൽ പറഞ്ഞുതരാം. ജസ്റ്റ് എന്ത് ഇവിടെ ഒരു FEG കിട്ടി, ഈ FEGയിലോട്ട് പ്രൈസ് വന്നു, അല്ലെങ്കിൽ OB എന്ന് പറയാം. ഓക്കെ, OBയിലോട്ട് പ്രൈസ് വന്നു. ഓക്കെ, അതിൻ്റെ റിയാക്ഷൻ എടുത്തിട്ടാണ് പിന്നെ പ്രൈസ് നേരെ ഡൗൺ ആവുന്നത്. പിന്നെയും പ്രൈസ് എന്ത് ചെയ്യുന്നുണ്ട്, വീണ്ടും ഒരു 50% വീണ്ടും പ്രൈസ് വരുന്നുണ്ട്. കണ്ടോ, അപ്പോൾ ഇവിടെയും വീണ്ടും ഒരു OB പ്ലസ് FEG ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഏരിയയിലോട്ട് വീണ്ടും പ്രൈസ് വന്നു, വീണ്ടും ഡൗൺ ആയി. പിന്നെ ഒരു സ്ട്രക്ചർ വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, ബ്രേക്ക് ആവുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇവിടെ പ്രൈസ് വീണ്ടും എന്ത് ചെയ്തു, ഒരു ലോവർ ലോ ബ്രേക്ക് ചെയ്തു, ഒരു BMS തന്നു. അപ്പോൾ ഈ BMS കിട്ടുമ്പോൾ ഇവിടെ എങ്ങനെ വരിക, ഇവിടെ ഒരു 50% വരുമ്പോൾ ഇവിടെ ഈ ഒരു ഹൈ മുതൽ എന്ത് ചെയ്യാം, ഈ ഒരു ലോ വരെ വരണം. അപ്പോൾ ഇവിടെയും എന്താണ്, ഒരു 0.5 അതോ 50% പ്രൈസ് വന്നു, എന്ത് ചെയ്യും, പിന്നെ നേരെ ഡൗൺ തന്നു, പിന്നെ ഇവിടുന്ന് റിവേഴ്സ് ആവുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് റിവേഴ്സ് ആവുള്ള റീസൺ ഉണ്ടാവും. ഓക്കെ, ഇവിടുന്ന് റിവേഴ്സ് ആവുള്ള റീസൺ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ കാണാൻ വേണ്ടി പറ്റും, പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യും, പ്രൈസ് ഒരു സെൽ സൈഡ് ക്രിയേറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്തു, പ്രൈസ് ഒരു റിവേഴ്സ് തന്നു. ഓക്കെ, ഒരു സെൽ സൈഡ് ക്രിയേറ്റ് ആക്കിയിട്ട് എന്ത് ചെയ്യും, പ്രൈസ് റിവേഴ്സ് തന്നു. എന്ത് ചെയ്തു, പ്രൈസ് പിന്നെ മുകളിലോട്ട് പോയി. ഓക്കെ, മുകളിലോട്ട് പോയി വീണ്ടും എന്ത് ചെയ്തു, പ്രൈസ് വീണ്ടും ഡൗൺ തന്നു. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഒരു FEG ക്രിയേറ്റ് ആക്കി, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തു. അതിൻ്റെ റിയാക്ഷൻ എടുത്തിട്ട് എന്ത് ചെയ്തു, പിന്നെ പ്രൈസ് നേരെ മുകളിലോട്ട് പോയി. കണ്ടോ, അപ്പോൾ ഇവിടെ പ്രൈസ് എന്ത് ചെയ്തു, ഒരു FEG എടുത്ത് പ്രൈസ് മുകളിലോട്ട് പോവാണ്. ഓക്കെ, പിന്നെ ഇവിടെ കാണാൻ പറ്റും ഓരോ ഹൈകളെ ബ്രേക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. കണ്ടോ, ഇവിടെ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു, BMS കിട്ടി, വീണ്ടും അഗെയിൻ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തു, അതിന് മറികടന്നു. ഓക്കെ, ഇവിടെ ഒരു BMS കിട്ടി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ ഒരു ഗ്യാപ്പ് അതുപോലെ FEGകളൊക്കെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി പ്രൈസ് എന്ത് ചെയ്യും, ഒരു 50% വെച്ച് നോക്കുമ്പോൾ ഇനി എവിടെ നിന്നാണ് പ്രൈസ് റിവേഴ്സൽ ആവുന്നത്, ആ ഒരു ഹൈ മുതൽ മാർക്ക് ചെയ്യണം. ഓക്കെ, ചിലപ്പോൾ എന്ത് ചെയ്യും, പ്രൈസ് ഈ ഒരു ഏരിയയിലോട്ട് വന്നിട്ടായിരിക്കാം പ്രൈസ് എന്ത് ചെയ്യുക, റിവേഴ്സൽ തരിക. ഓക്കെ, ചിലപ്പോൾ ഈ ഒരു 50% വരും, എന്നിട്ടായിരിക്കും പ്രൈസ് മുകളിലോട്ട് പോവുക. അപ്പോൾ ഇനി പ്രൈസ് നെക്സ്റ്റ് ഇതുവരെ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നെക്സ്റ്റ് ഒരു ഹൈ എന്ന് പറയുമ്പോൾ ഇവിടെ ഒന്ന് കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഹൈ വരെ എന്ത് ചെയ്യും, പ്രൈസ് മുകളിലോട്ട് പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നിന്നായിരിക്കും പിന്നെ പ്രൈസ് എന്ത് ചെയ്യുക, ഡൗൺ ആവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു ഹൈ എന്താണ്, ഈ ഒരു ഹൈ എന്താണ്, ബൈ സൈഡ് ലിക്വിഡിറ്റിയാണ് വരിക. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഒരു പ്രൈസ് മുകളിലോട്ട് വന്ന് പിന്നെ എന്ത് ചെയ്യും, പിന്നെ ഇവിടെ നിന്നൊരു റിയാക്ഷൻസ് കിട്ടി, വീണ്ടും ഒരു മുകളിലോട്ട് പോയി എന്ത് ചെയ്തു, ഒരു ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ഇങ്ങനെ സ്ട്രക്ചർ കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, വീണ്ടും പ്രൈസ് ഡൗണിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റിൻ്റെ റിയാക്ഷൻസ് കാരണമായിരിക്കും എന്ത് ചെയ്യുക, പ്രൈസ് പിന്നെ ഡൗൺ ആവുക. അപ്പോൾ ഇവിടെ ഈ ലോവർ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇതൊരു MSS ആയിട്ട് മാറും. ഓക്കെ, ഒരു MS ആയിട്ട് മാറും. ഓക്കെ, പിന്നെ ഓരോ ലോവർ ലോ ബ്രേക്ക് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, അതൊക്കെ ഒരു BMS ആണ് വരിക. ഓക്കെ, ഒരു BMS, അതുപോലെ തന്നെ ഇതൊരു BMS. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ ഓരോ റീസൺസ് ഉണ്ടാവും. ഓക്കെ, ഓരോ FEGകൾ അല്ലെങ്കിൽ OBകളൊക്കെ എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുക,
പ്രൈസ് ഡൗൺ ആവുന്നുണ്ടാവും. അതുപോലെ ഒരു 50% പ്രൈസ് വന്നിട്ടായിരിക്കും ഡൗൺ ആവുന്നുണ്ടാവുക. ഓക്കെ, പിന്നെ 50% അല്ലാതെ എന്ത് ചെയ്യും, പ്രൈസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ എന്ത് ചെയ്യും, ഇവിടെ ലിക്വിഡിറ്റി ബിൽഡ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പ്രൈസ് നേരെ ഡൗൺ ആവും. അല്ലെങ്കിൽ ഇന്ത്യൻ നമ്മൾ ലോ ടൈം ഫ്രെയിമൊക്കെ നോക്കുമ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രക്ചറൊക്കെ മിറ്റിഗേറ്റ് ചെയ്തിട്ടായിരിക്കും വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പം അങ്ങനെയും പ്രൈസ് എന്ത് ചെയ്യും, ലിക്വിഡിറ്റി കളക്ട് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, അവിടെയൊക്കെ കളക്ട് ചെയ്തിട്ടായിരിക്കും പ്രൈസ് പിന്നെ നേരെ ഡൗൺ ആവുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണെന്ത് പ്രൈസ് മൂവ് ചെയ്യുക. ഓക്കെ, പിന്നെ ഈ ഒരു മൂവ്മെൻറ്റ് എത്രത്തോളം പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എന്ത് ചെയ്യും, ഒരു സെൽ സൈഡ് ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഒരു സെൽ സൈഡ്. അപ്പോൾ ആ ഒരു സെൽ സൈഡ് എടുത്തിട്ടായിരിക്കും പിന്നെ എന്ത് ചെയ്യുക, പിന്നെ സ്ട്രക്ചർ ഷിഫ്റ്റ് ആവുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ ഈ രീതികളിലാണ് എന്ത് പ്രൈസ് മൂവ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല രീതിയിൽ എന്ത് ചെയ്യണം, ബാക്ക് ടെസ്റ്റ് ചെയ്യണം. ഓക്കെ, ഒരു സ്വിംഗ് ട്രേഡൊക്കെ നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ സ്ട്രക്ചർ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പോൾ എപ്പോഴും എന്ത് ചെയ്യുക, പ്രൈസ് ഒരു 3 രീതികളിലാണ് പ്രൈസ് മൂവ് ചെയ്യുക. ഒന്നല്ലെങ്കിൽ ഒരു ബൈ സൈഡോ അല്ലെങ്കിൽ സെൽ സൈഡോ എടുത്തിട്ടായിരിക്കും പ്രൈസ് റിവേഴ്സൽ തരിക. ഓക്കെ, റിയാക്ഷൻസ് തരിക. ഓക്കെ, അല്ലെങ്കിൽ ഒരു FEG അല്ലെങ്കിൽ ഒരു OB ഒക്കെ എടുത്തിട്ടായിരിക്കും പ്രൈസ് റിയാക്ഷൻ തരിക. അപ്പോൾ ഇവിടെ ഞാൻ ഒരു ബൈ സൈഡിലേക്ക് എടുത്തിട്ട് ഡൗൺ പോയി എന്നുള്ളത് പറഞ്ഞു. അതുപോലെ സെൽ സൈഡ് എടുത്താൽ ഇവിടുന്ന് ഒരു ബൈ പോയി എന്നുള്ളതും പറഞ്ഞു. ചിലപ്പോൾ ഇവിടെ ഏതെങ്കിലും ടൈം ഫ്രെയിമിൽ, ഇപ്പോൾ ഒരു വീക്കിലി ടൈം ഫ്രെയിമിലൊക്കെ ഇവിടെ ഒരു FEG OB ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പ്രൈസ് ചിലപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു സെൽ സൈഡ് വരെ വരില്ല. അപ്പോൾ ഇവിടെ ഞാൻ ഈ ഏരിയ ഡിലീറ്റ് ചെയ്യണം. ഓക്കെ, ഇവിടെ എന്ത് ചെയ്തു, ഒരു ബൈ സൈഡ് ലിക്വിഡിറ്റി ഇതാണ് നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവിടെ ബൈ സൈഡ് ലിക്വിഡിറ്റി മാർക്ക് ചെയ്തു. പ്രൈസ് എന്ത് ചെയ്യും, ആ ഏരിയയിലോട്ട് എത്തി. പ്രൈസ് നേരെ ഡൗൺ ആയി എന്ത് ചെയ്തു, പിന്നെ നെക്സ്റ്റ് സെൽ സൈഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു ലോ ആണ്. ഓക്കെ, നെക്സ്റ്റ് സെൽ സൈഡ് ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു ലോ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഇവിടെ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട് വീക്കിലി ടൈം ഫ്രെയിമിൽ. ഓക്കെ, അതുപോലെ ഒരു OB ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഈ ഒരു ഗ്യാപ്പ് എന്ന് പറയുന്ന പേരാണത് FEG എന്ന് പറയുമ്പോൾ. അപ്പോൾ ഈ FEGയിലോട്ട് വരെ ചിലപ്പോൾ പ്രൈസ് വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ കൺഫർമേഷൻ നോക്കണം. അപ്പോൾ ഇവിടെ ഒരു ലിക്വിഡിറ്റി ഗ്രാഫ് നടന്ന് പ്രൈസ് പിന്നെ എന്ത് ചെയ്യും, ഇതുവരെ വരും എന്നുള്ള എക്സ്പെക്റ്റ് ചെയ്യരുത്. ഓക്കെ, ഇവിടെ ഒരു ഗ്യാപ്പ് അഥവാ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, പ്രൈസിന് പിന്നെ ഇത് മതി റിവേഴ്സൽ തരാനായിട്ട്. ഓക്കെ, പിന്നെ ഇവിടുന്ന് ആയിരിക്കും പിന്നെ നമ്മൾ കൺഫേം ചെയ്യണം. ഓക്കെ, ലോ ടൈം ഫ്രെയിമിനോട് വന്നിട്ട് ഇവിടുന്ന് സ്ട്രക്ചർ ഷിഫ്റ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് എന്ത് ചെയ്യണം, നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് വേണം പിന്നെ ഒരു ബൈ എൻട്രിയിലോട്ടൊക്കെ കയറാനായിട്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് അത് ഒരു ടാർഗറ്റ് എന്ന് പറയുമ്പോൾ പിന്നെ നെക്സ്റ്റ് ഈ ഒരു ഹൈലോട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഡൗണിൽ ക്രിയേറ്റ് ചെയ്ത ഏതെങ്കിലും ഒരു FEG OBയിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഈ രീതികളിലാണ് പ്രൈസ് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ മാർക്കറ്റ് സ്ട്രക്ചർ നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ ഈ രീതിയിലാണ് പ്രൈസ് മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി വരും ക്ലാസ്സുകളിൽ എന്ത് ചെയ്യാം, എന്താണ് ലിക്വിഡിറ്റീസ്, അതുപോലെ തന്നെ എന്താണ് OB, എന്താണ് FEG എന്നുള്ളതൊക്കെ എന്ത് ചെയ്യാം, വിശദമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ ടോപ്പിക്ക് കവർ ചെയ്യാം. ഓക്കെ.